വയനാട് പനമരത്തിൽ കാട്ടാനാക്രമണത്തിൽ യുവാവിന് പരിക്കേറ്റു. സത്യജ്യോതിനെയാണ് കാട്ടാന ആക്രമിച്ചത്. പരിക്കേറ്റ സത്യനെ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാട്ടാനാക്രമണം ബസ് കാത്തു നിൽക്കുന്നതിനിടെയാണ്. വിവരങ്ങളുമായി അർജുൻ PS ചേരുകയാണ്. അർജുൻ, ബസ് കാത്തു നിൽക്കുന്നതിനിടെയാണ് യുവാവിനെ കാട്ടാന ആക്രമിച്ചത്. മറ്റു വിവരങ്ങളും. തീർച്ചയായും സുരേഷ്, ഇന്ന് രാവിലെ ആയിരുന്നു ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായത്. അതായത് മൈസൂരുവിൽ എക്സാം എഴുതാൻ പോയ കുട്ടിയാണ്. 22 വയസ്സാണ് ഈ യുവാവിനുള്ളത്. അത്തരത്തിൽ എക്സാം എഴുതാൻ പോയി ഈ ബസ് സ്റ്റോപ്പിൽ നിൽക്കവെയാണ് പെട്ടെന്ന് തന്നെ കാട്ടാന എത്തുകയും ഇയാളുടെ പിതാവും കൂടെ ഉണ്ടായിരുന്നു. കാട്ടാന എത്തുകയും പിതാവ് ഓടി മാറുകയും ചെയ്തു. പക്ഷേ ഇയാൾക്ക് സത്യന് ഓടി മാറാൻ കഴിഞ്ഞിരുന്നില്ല. തുടർന്ന് വന്ന കാട്ടാന ഇയാളെ തട്ടിത്തെറിപ്പിക്കുകയായിരുന്നു. അതായത് കാലുകൊണ്ട് തട്ടിത്തെറിപ്പിക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തുടർന്ന് പെട്ടെന്ന് തന്നെ ഇയാളെ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ എത്തിച്ചിരുന്നു. മെഡിക്കൽ കോളേജ് എത്തിച്ചപ്പോൾ തന്നെ വലിയ സാരമായ പരിക്ക് ഇദ്ദേഹത്തിന് ഏറ്റിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ഈ നട്ടെല്ലിന് സാരമായ പരിക്കേറ്റിരുന്നു. തുടർന്ന് മാനന്തവാടി മെഡിക്കൽ കോളേജിലെ പ്രാഥമിക ശുശ്രൂഷയ്ക്ക് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇത്തരത്തിൽ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഇദ്ദേഹം എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ നേരത്തെ തന്നെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ, അതായത് കാട്ടാന ആക്രമണമൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ് അമ്മാനി എന്ന് പറയുന്നത്. നിരന്തരമായി ഈ വന്യമൃഗ ശല്യമുള്ള സ്ഥലമാണ്. കാട്ടാന നിരന്തരം ഇറങ്ങുന്ന സ്ഥലം കൂടിയാണ് അമ്മാനി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ശാസ്ത്രീയമായ രീതിയിൽ ഒരു ഫെൻസിംഗ് രീതി ഇവിടെ അവലംബിക്കണമെന്ന് നേരത്തെ തന്നെ നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ യാതൊരു വിധത്തിലുള്ള നടപടിയും ഇവിടെ നിന്നും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഇനിയും ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം ഉണ്ടാകുമെന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ശരി, അർജുൻ PS ആണ് വയനാട്ടിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.